السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം കബൂലാക്കട്ടെ. അവൻ്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഷരീഫ് തെറ്റുകൂടാതെ ഓതിപ്പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സജ്ദ സൂറത്തിലെ 4, 5, 6 ആയത്തുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ തുടക്കത്തിലെ 3 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിച്ചു. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിലും ഇത്രയും ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നിർബന്ധമായും നാം പാലിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കാം. അത് നല്ല രൂപത്തിൽ പറയാനും നിങ്ങൾക്ക് കേൾക്കാനും പഠിക്കാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ആദ്യം ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. ശേഷം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുകയും ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم. ഇനി ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. 4-ാമത്തെ ആയത്ത്. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ 6 അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ്. 1-ാമത്തെ പദം അല്ലാഹ്. ഇത് ജലാലത്തിൻ്റെ ഇസ്മാണ്. അല്ലാഹ്, അല്ലാഹ്, ലാ, ലാമാണ്. തഫ്ഖീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കുന്ന ലാം. അല്ലാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിന് മുമ്പ് ഫത്ഹോ ലൊമ്മോ ആയാൽ തഫ്ഖീം ചെയ്തുകൊണ്ടാണല്ലോ ഉച്ചരിക്കേണ്ടത്, തടിപ്പിച്ചുകൊണ്ട്. അല്ലാഹ്, അല്ലാഹ്, അല്ലാഹുല്ലദീ, അല്ലദീ, ദാൽ. ഇവിടെ പലരും ദാലായി അല്ലദീ എന്ന് ഉച്ചരിക്കാറുണ്ട്. അത് പിഴവാണ്. ദാൽ എന്ന് പറയുന്ന ഹർഫ് എവിടെ നിന്നാണ് ഉച്ചരിക്കേണ്ടത്? ദാലിൻ്റെ മഖ്റജ് എവിടെയാണ്? നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ താഴേ അറ്റവും, ഇതാണ് ദാലിൻ്റെ മഖ്റജ്. അല്ലാതെ ദാലായി അല്ല ഉച്ചരിക്കേണ്ടത്, ദാലായി തന്നെ ഉച്ചരിക്കണം. അല്ലദീ ഖലഖ, ഖലഖ.
ഈ പദത്തിലെ ആദ്യത്തെ ഹർഫായ ഖാ ഇതിനെ തഫ്ഹീം ചെയ്തു കൊണ്ടുച്ചരിക്കണം, തടിപ്പിച്ചുകൊണ്ട്. എന്നാൽ രണ്ടാമത്തെ ഹർഫായ ലാമിനെ തർക്കീഖ് അഥവാ നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. ല. മൂന്നാമത്തെ ഹർഫായ ഖാഫിനെയും തഫ്ഹീം ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഹർഫായ ഖാഇനെ തഫ്ഹീം ചെയ്യുക, രണ്ടാമത്തെ ഹർഫായ ലാമിനെ തർക്കീഖ് നേരിയതായ രൂപത്തിൽ ഉച്ചരിക്കുക, മൂന്നാമത്തെ ഹർഫായ ഖാഫിനെ തഫ്ഹീം അഥവാ തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അപ്പോൾ ഒരു വ്യത്യസ്തമായ അവസ്ഥകളിലാണ് 3 ഹർഫുകളും വന്നത്. ഖ ല ഖ. ഇവിടെ പലരും ഓതാറുള്ളത് ഖലഖ എന്നാണ്. ഖലഖ. ഖായിലെ തഫ്ഹീം ഒരൽപ്പം കുറഞ്ഞുകൊണ്ട് ഖ എന്നുച്ചരിക്കാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. ഇത്തരത്തിലുള്ള പദങ്ങൾ ശരിയായ രൂപത്തിൽ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുകയും പരിശീലിക്കുകയും ചെയ്യണം. എന്നാലേ നല്ല രൂപത്തിൽ നമ്മുടെ ഖിറാഅത്തിനെ നമുക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കൂ. ഖലഖ 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 ഇങ്ങനെ തന്നെ ഉച്ചരിച്ചു പരിശീലിക്കണം. ഖലഖസ് സമാവാതി വൽ അർദ്. അസ്സമാവാതി അസ്സ. ഇങ്ങനെ ഓരോ ഹർഫുകൾക്കും നല്ല അക്ഷരസ്ഫുടത നൽകണം, ശരിയായ രൂപത്തിലുള്ള നല്ല അക്ഷരസ്ഫുടത. എന്നാലോ ചിലരുടെ ഓത്തിൽ നാം കേൾക്കാറുള്ളതുപോലെ ചില അക്ഷരങ്ങളൊക്കെ ഓവറായി പോകുന്നു, അതും പാടില്ല. എന്നാൽ ചിലരുടെ ചില അക്ഷരങ്ങൾ കുറഞ്ഞു പോകുന്നു, അവ്യക്തമായി പോകുന്നു, അതും ഉണ്ടാവാൻ പാടില്ല. മിതമായ രൂപത്തിലും ആയിരിക്കണം. ഖലഖസ് സമാവാതി അസ്സമാവാതി വൽ അർദ് വൽ അർദ്. ഇവിടെയുള്ള റായിൽ ഒരൽപ്പം കൽക്കല കൊടുത്തുകൊണ്ട് വൽ അർള് എന്ന് പലരും ഉച്ചരിക്കാറുണ്ട്. അങ്ങനെയല്ല, വൽ അർള്. വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ്. വമാ ബൈനഹുമാ ബൈനഹു ഹ അവ്യക്തമായി പോകാൻ പാടില്ല. ഫീ സിത്തതി അയ്യാം. ഫീ സി സീൻ സ സീൻ. ഫീ സിത്തതി അയ്യാമിൻ സുമ്മ ഇസ്തവാ. സ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, സീനല്ല. സുമ്മസ്തവ എന്നല്ല, സ. സുമ്മ ഇസ്തവാ അലൽ അർശ്. ഐൻ. മുമ്പുള്ള ക്ലാസ്സിൽ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും ഉച്ചരിക്കണമെന്ന്. അലൽ അർശ് അലൽ അർശ്. ഷീൻ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പരക്കണം. അഷ് അലൽ അർശ്. മാ ലകും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ഷഫീഅ. മാ ലകും സുക്കൂനുള്ള മീമാണ്. ശേഷം വീണ്ടും മീമാണ് വന്നത്. അതിനാൽ ഇദ്ഗാമും ബിഗുന്ന, ഉന്നത്തോടെ ഇദ്ഗാം ചെയ്യണം. മാ ലകും മിൻ ദു ഇവിടെയും മണിക്കണം. കാരണം സാക്കിന നൂനിന് ശേഷം ദാലാണ് ഇഖ്ഫ, മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. മിൻ ദൂനിഹി മിൻ വലി. മിൻ ദൂനിഹി മിൻ. ഇവിടെ ഒരൽപ്പം നീട്ടണം. അങ്ങനെ നീട്ടണം എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു യാ പോലെയുള്ള ഒരു ചിഹ്നവും മുസ്ഹഫുകളിലൊക്കെ എഴുതിയതായി നമുക്ക് കാണാം. മിൻ ദൂനിഹി മിൻ. സാക്കിനായ നൂൻ ശേഷം വാവാണ്. സാക്കിനായ നൂൻ, തൻവീൻ, ഇവയ്ക്ക് ശേഷം നൗമി. നൂൻ, വാവ്, മീം, യാ. ഈ 4 ഹർഫുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഹർഫ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന. ഇദ്ഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ ഉന്നത്തോടെ
മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്താണ് ഓതേണ്ടത്. മിവ മിവ മിൻ വലിയ്യിൻ വലാ ഷഫീഅ് വലാ ഷഫീഅ് ഐൻ അതും ശ്രദ്ധിക്കേണ്ടതാണ്. അഫലാ തതദക്കറൂൻ അഫലാ തതദക്കറൂൻ തതദക്കറൂൻ. ഇവിടെയും നാം വഖഫ് ചെയ്യുമ്പോൾ നന്നായി മദ് ചെയ്യണം. മദ് ആരിലാണ്, സുക്കൂൻ പുതുതായി വന്ന സ്ഥലമാണ്. അതിനാൽ മദ് ചെയ്തുകൊണ്ട് അഫലാ തതദക്കറൂൻ ഇങ്ങനെ ഓതുക. അടുത്ത ആയത്ത് യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള് യുദബ്ബിർ യുദബ്ബി ബാഇനെ ശ്രദ്ധിക്കണം. യുദബ്ബിറു യുദബ്ബിറു റാഇന് ലൊമ്മാകുമ്പോൾ തഫ്ഖീം അഥവാ തടിപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. യുദബ്ബിറുൽ അംറ അംറ അം മീം ശ്രദ്ധിക്കണം. മറ്റൊന്ന് അംറ റാഇന് ഫത്ഹാണല്ലോ. ആ ഒരു സന്ദർഭത്തിലും റാഇന് തഫ്ഖീം അഥവാ തടിപ്പിച്ചുകൊണ്ട് അംറ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. മിനസ്സമാ മിനസ്സമാ സീൻ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന് മിനസ്സമാ നന്നായി മദ് ചെയ്യണം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മിനസ്സമാ മീമിന് ശേഷം അലിഫ് വന്നു, ഫത്ഹിന് ശേഷം അലിഫ്, കസ്റിന് ശേഷമുള്ള യാ, ലൊമ്മിന് ശേഷമുള്ള വാവ്, ആ ഈ ഊ. ഈ 3 ഹർഫുകളാണല്ലോ മദ്ദിയായ ഹർഫുകൾ. ഇങ്ങനെയുള്ള ഈ മദ്ദിയായ ഹർഫുകൾക്ക് ശേഷം ഹംസ വന്നാൽ നന്നായി മദ് ചെയ്യണം, നീട്ടിയാണ് ഓതേണ്ടത്. അസ്സമാ എന്ന പദത്തിൽ മദ്ദിയായ അലിഫിന് ശേഷം ഹംസ വന്നു, അതിനാൽ നീട്ടി ഓതണം. മിനസ്സമാഇ ഇലൽ അർള് ഇലൽ അർള് റായിൽ ഖൽഖല അഥവാ ചലനശബ്ദം ഉണ്ടാവാൻ പാടില്ല. ചിലരൊക്കെ ഓതുന്നത് പോലെ ഇലൽ അർള് അർള് ഒരൽപ്പം ഖൽഖല അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഖൽഖല ഇല്ലാതെ മിനസ്സമാഇ ഇലൽ അർള് ഇങ്ങനെയാണ് ഓതേണ്ടത്. ثم يعرج إليه في يوم ആണ്, സീനല്ല. പലരും ഇവിടെ സു എന്ന് സീനായി ഓതാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല, തെറ്റാണ്. ഒരു ഹർഫും മാറിപ്പോകാൻ പാടില്ല, മഖ്റജുകൾ വ്യത്യാസപ്പെടാനും ഒരിക്കലും പാടില്ല. ഐൻ ശ്രദ്ധിക്കണം. ഇലൈഹി ഫീ യൗമിൻ കാൻ ഇലൈഹി ഇലൈഹി ഹ ആണ്. ഹ അവ്യക്തമായി പോകാൻ പാടില്ല. ഫീ യൗമിൻ ക ഫീ ഫ ഫീ യൗമിൻ ക യൗമിൻ മീമിന് തൻവീനാണല്ലോ, മീമിന് തൻവീനാണ്. ആ തൻവീന് ശേഷം കാഫ് വന്നു. സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം കാഫ് വന്നാൽ ഇഖ്ഫ ആണ്. അതിനാൽ മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു ഫീ യൗമിൻ കാന മിഖ്ദാറുഹു ഖാഫ് നാവിൻ്റെ മുരടും അതിനോട് നേരിടുന്ന മേലെ അണ്ണാക്കും. ഇതാണ് ഖാഫ് പുറപ്പെടുന്ന സ്ഥലം, ഖാഫിൻ്റെ മഖ്റജ്. ഇവിടെ പലരും മിഖ്ദാറു മിക്ക് എന്ന് കാഫായി ഉച്ചരിക്കാറുണ്ട്. അത് പിഴവാണ്, തെറ്റാണ്. മറ്റൊന്ന്, ഖാഫ് ഉച്ചരിക്കുമ്പോൾ ഖൽഖല അഥവാ ചലനശബ്ദം എന്ന് പറയുന്ന ആ ഒരു സിഫത്ത് നൽകിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. മിഖ്ദാറു അല്ലാതെ ചിലരൊക്കെ ഓതുന്നത് പോലെ
മിഖ്ദാറുഹു എന്ന് അല്ല. ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണം ശ്രദ്ധിച്ചു കേൾക്കൂ. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു മിഖ്ദാറുഹു ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനഹ മിഖ്ദാറുഹു അ. ഇവിടെ മദ്ദിയായ വാവിന് ശേഷം ഹംസ വന്നു. അതിനാൽ നന്നായി മദ്ദ് ചെയ്യുക, നീട്ടി ഓതുക. മിഖ്ദാറുഹു അൽഫ സനഹ അൽഫ സനഹ അൽഫ സ സീൻ ശ്രദ്ധിക്കണം. അൽഫ സനതിൻ മിമ്മാ തഉദ്ദൂൻ. മറ്റൊന്ന് സനത്തിൻ, തായിന് തൻവീനാണ്, ശേഷം മീമ് വന്നു. മുമ്പ് നാം സൂചിപ്പിച്ചതാണ്, സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, ഗുന്നത്തോടെ ഇദ്ഗാം ചെയ്യണം. അതിനാൽ ഇവിടെ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. അൽഫസനതിം മിമ്മ, രണ്ടാമത്തെ മീമ് മണിക്കണം. ഷദ്ദുള്ള മീം നൂൻ ഏത് സ്ഥലത്ത് കണ്ടാലും നന്നായി മണിച്ചുകൊണ്ട് ഉന്നത്ത് ചെയ്തുകൊണ്ട് ഓതുക. അൽഫസനതിം മിമ്മാ തഉദ്ദൂൻ. അടുത്ത ആയത്ത് ذلك عالم الغيب والشهادة العزيز الرحيم. ذلك ദാലായി വ്യത്യാസപ്പെട്ടു പോകാൻ പാടില്ല, ദാലായി തന്നെ മൊഴിയണം. ذلك ആലിമു ഐനാണ്. ആലിമുൽ ഗൈബി ഗൈൻ. ഇവിടെ പലരും ഗൈബി എന്ന് ഗ പോലെ ഉച്ചരിക്കാറുണ്ട്, ചിലർ ഐബി എന്ന് ഐനായി ഉച്ചരിക്കാറുണ്ട്. അതൊക്കെ പിഴവാണ്. ഗൈൻ ഗൈൻ ഹ, ഈ രണ്ട് ഹർഫുകളും തൊണ്ടയുടെ മേലേ അറ്റത്തു നിന്നും പുറപ്പെടുന്ന ഹർഫാണ്. ഓരോ ഹർഫുകളുടെയും മഖ്റജ് കൃത്യമായി മനസ്സിലാക്കണം. എന്നിട്ട് ആ രൂപത്തിൽ തന്നെ ഉച്ചരിക്കുകയും ചെയ്യണം. ആലിമുൽ ഗൈബി ഗൈബി വശ്ശഹാദ വശ്ശീൻ തഫശി, കാറ്റ് പറക്കണം. വശ്ശഹാദത്തിൽ അസീസുർ റഹീം. അൽ ഐൻ അൽ അസീസ അൽ അസീസുർ റാഉം ശ്രദ്ധിക്കേണ്ടതാണ്. അൽ അസീസുർ റഹീം. ذلك عالم الغيب والشهادة العزيز الرحيم. ഇനി ഇത്രയും ആയത്തുകൾ നമുക്ക് സംഘമായി ഓതാം. ഓരോ ആയത്തുകളും 2 തവണ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ ഓതുകയും ചെയ്യുക. എന്നാൽ നമുക്ക് സംഘമായ പാരായണം തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ ستة أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون.
الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون ذلك عالم الغيب والشهادة العزيز الرحيم ذلك عالم الغيب والشهادة العزيز الرحيم. ഈ ആയത്തുകൾ ഇതേപോലെ ഓതി പരിശീലിക്കുക, പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.